ഹലോ മക്കളെ, ഇത്തവണത്തെ ഓണപരീക്ഷയ്ക്ക് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് അത്ര ഹാപ്പി അല്ല. കാരണം അവർ വിചാരിച്ച ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ, ഞാൻ എത്ര സമയം ഇരുന്ന് പഠിച്ചാണെന്നറിയോ, ഈ പരീക്ഷയ്ക്ക് മുന്നേ, ഓണപരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒരുപാട് സമയം ഇത്തവണയെങ്കിലും നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം മുതലേ തന്നെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാനിരുന്നാണ്. ഒരുപാട് സമയമൊക്കെ ഞാൻ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് വിചാരിച്ച ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി എന്തായി പോയിട്ടുണ്ടായിരിക്കും, ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നമുക്ക് പഠിക്കാനൊന്നും തോന്നുന്നുണ്ടായിരിക്കില്ല. അത് മിസ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം നമ്മൾ വിചാരിച്ച ആ ഒരു എക്സ്പെക്ടേഷനിൽ അനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു മടുപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഭയങ്കര അയ്യോ ഇത് മിസ് ഭയങ്കര ഡാർക്കാണ്, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ല എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും അല്ലേ. എനിക്ക് ഇത്ര മാർക്കൊക്കെ വാങ്ങാനുള്ള കഴിവേ ഉള്ളൂ, ഈ വലിയ മാർക്കൊന്നും എന്നെ കൊണ്ട് നടക്കൂല എന്നൊക്കെയാണ് പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൂഡ് ഒന്ന് മാറ്റിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് തീരെ പഠിക്കാൻ തോന്നുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇപ്പോൾ മിസ് ഇതേപോലെ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിന് ഇതേപോലെ തന്നെ തീരെ പഠിക്കാൻ തോന്നുന്നില്ല, മൊത്തത്തിൽ മടുത്തിരിക്കുകയാണ്, ഒന്നും ഒരു രക്ഷയില്ല, പഠിക്കാൻ ഇരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ, അതായത് ചേഞ്ച് യുവർ ലൊക്കേഷൻ. അതായത് മിസ് ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോറിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചോ. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചോ. അതിപ്പോൾ ഏത് സ്ഥലമായാലും കുഴപ്പമില്ല. അതായത് അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, അടിപൊളി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു സ്റ്റഡി റൂം തന്നെ വേണം അങ്ങനെയൊന്നും മിസ് പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയായാലും മതി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് നോക്കുക. അതിന് ഒരുപാട് പൈസ ചെലവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ബാൽക്കണിയോ അങ്ങനെ ഏത് ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി എന്താണ്, ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ പരിപാടി എന്താണ്, അപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടി അല്ലേ. ലൊക്കേഷൻ മാറ്റിയപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു തുടക്കമാണ് എന്നുള്ള രീതിക്ക് നമ്മുടെ മൈൻഡിന് തന്നെ നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ടിങ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ അതെന്താ വന്നത്, ആരോ മെസ്സേജ് അയച്ചെന്നൊക്കെ നമുക്ക് നോക്കാനായിട്ടുള്ള ടെൻഡൻസി വരാം. അപ്പോൾ മാക്സിമം എന്താ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കി വെക്കുക നമ്മൾ ക്ലാസ് ഒക്കെ കാണുന്ന സമയത്ത്. കാരണം മെജോറിറ്റി സ്റ്റുഡൻസും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കി വെക്കുക. പിന്നെ അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള, അതായത് എപ്പോഴാണ് നമ്മൾ പഠിക്കുന്ന സമയത്തേക്ക് എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് ബ്ലോക്ക് ആക്കി വെക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ ആപ്പ് ബ്ലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആപ്പ് നിങ്ങൾക്ക് എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ മാക്സിമം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഫുള്ള് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ചെയ്തിരുന്ന ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കാം. ഓക്കെ, ചിലർ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ട് മിസ്സിനോട് പറഞ്ഞില്ല, ഇപ്പം മുന്നേ കുറേ പേര് പറയുന്നതാണ്, മിസ്സിന് എത്ര നേരം ഇരുന്ന് പഠിച്ചാൽ എന്നിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ എത്ര നേരം നമ്മൾ പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം, അത് എത്രമാത്രം നമുക്ക് നമ്മുടെ തലയിൽ കയറി എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന ആ ഒരു രീതിയിലൊന്ന് മാറ്റം വരുത്തി നോക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 to 1 ടെക്നിക്ക് നോക്കാം. അതായത് 3 വട്ടം നന്നായിട്ട് വായിക്കുക ഒരു ടോപ്പിക്ക്, അതിനുശേഷം നമ്മൾ 2 വട്ടം അത് ബുക്കൊക്കെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് റീസൈറ്റ് ചെയ്ത് നോക്കുക. അതായത് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി അതിനുശേഷം 1 വട്ടം എന്ത് ചെയ്യുക, എഴുതി നോക്കുക. അതാണ് നമ്മുടെ 3 to 1 ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ പോമഡോറോ ടെക്നിക്ക്, അതായത് 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് പഠിക്കാനിരിക്കുക, ദെൻ അതിനുശേഷം 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് കറക്റ്റായിട്ട് നല്ല വൃത്തിയോടുകൂടെ പഠിക്കുക. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കാം. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഭയങ്കര ഒരു മടുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ
അടുത്തത് നമുക്കിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചിരുന്നിട്ട് നമുക്ക് ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ അതേ എനർജിയിൽ അല്ലെങ്കിൽ നമ്മളെ പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ ഫ്രണ്ട്സിനെ വിളിക്കുന്ന സമയത്ത് 3-ൽ കൂടാതെ നിങ്ങൾ നോക്കി. കാരണം 3-ൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതെന്തായിരിക്കും, പഠനം പോയിട്ട് അതൊരു അല്ലേ മറ്റിങ്ങനെ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരദോഷമൊക്കെ പറഞ്ഞ് ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും തമാശയ്ക്കും പിന്നെ പഠിക്കുന്നു വേണ്ട നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ള ലെവലിലൊക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവരുത്, എന്ത് ചെയ്യുക, ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ അപ്പോൾ അത് 3-ൽ കൂടെ എടുത്തിട്ട് ആൾക്കാരെ ഇത്ര മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് അതും നമ്മുടെ മെയ്റ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കണം. അതായത് അത്യാവശ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക, ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ തീരെ പഠിക്കാൻ തോന്നാത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 5 മിനിറ്റ് റൂൾ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ മൈൻഡിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം, 5 മിനിറ്റ് മാത്രമേ ഞാൻ പഠിക്കാതിരിക്കുന്നുള്ളൂ. ഓക്കെ, അധികമൊന്നും ഞാൻ ഇരിക്കുന്നില്ല. നമുക്കിങ്ങനെ കുറേ സമയം നമ്മൾ ഓക്കെ ഇത്ര മണി മുതൽ ഈ 1 മണിക്കൂർ ഞാൻ പഠിക്കാനിരിക്കുന്നു എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മേ അത്രയും നേരം ഇരുന്ന് പഠിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. ഒറ്റയടിക്കാൻ നമുക്ക് മടിയായിട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മൾ തുടങ്ങാനേ തോന്നില്ല. എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആലോചിക്കുക, 5 മിനിറ്റ് ഞാൻ പഠിക്കാനിരിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാലോചിക്കാം. ഓക്കെ, അങ്ങനെ 5 മിനിറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശരിക്കും ആ തുടക്കം കിട്ടാനാണ്, പഠിക്കാനിരിക്കാനാണ് പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുടങ്ങി കുറച്ചൊന്ന് 5 മിനിറ്റ് വൃത്തിക്ക് വായിക്കണം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓക്കെ ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ അങ്ങ് നമ്മൾ എന്തിരുന്നോളും, പിന്നെ അവിടെ അങ്ങോട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റേ പഠിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, തുടങ്ങാം. ഓക്കെ, അപ്പം തന്നെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. റെഡി? പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാനുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഞാൻ മാത്സ് പഠിക്കുന്നു, പിന്നെ അതിന് ശേഷം ഇന്ന് ഇത്ര സമയം വരെ ഞാൻ മാത്സ് പഠിക്കുന്നു, പിന്നെ അതിന് ശേഷം ഇത്ര സമയം വരെ നമ്മൾ സോഷ്യൽ പഠിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് നേരം മാത്സ് ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ്, ഭയങ്കര ക്ഷീണമായി തുടങ്ങി, ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് ബോറിംഗ് ആയി തുടങ്ങി, നിങ്ങൾക്ക് തലയിൽ കയറുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ടഫ് സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ എപ്പോഴും കുറേ സമയം ടഫ് തന്നെ ഇരുന്ന് പഠിക്കണമെന്നില്ല. അപ്പോൾ സിമ്പിളൊക്കെ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സബ്ജക്ട്സ് ഒക്കെ ഇടയിൽ കയറ്റാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസം വരില്ല. ചില ആൾക്കാർ ഒരേ സബ്ജക്റ്റിനെ ഒരു ദിവസം മൊത്തം ഇന്ന് പഠിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് വിചാരിച്ച പോലെ അത്രയും നമുക്ക് ആക്റ്റീവായിട്ട് എല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ത്, നമ്മുടെ കാര്യം നോക്കാനായിട്ട് നമ്മളേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടണം. ഓക്കെ, അപ്പോൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 to 8 hours എന്തായാലും എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കണം, നല്ലോണം ഉറക്കം കിട്ടണം. അതും കൃത്യസമയത്ത്, രാത്രി അധികം നേരം ലേറ്റ് ആവാതെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് തന്നെ എണീക്കുക. ഓക്കെ, റെഡി? പിന്നെ അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക. ഈ നട്ട്സും ഇതൊക്കെ കഴിച്ചോ, നല്ല നമ്മൾ ബ്രെയിൻ ഫുഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഒരു സപ്പോർട്ടാണ് അല്ലേ. കാരണം നമുക്കിപ്പോൾ ടൈം ടേബിൾ ഒന്നും ഇല്ലല്ലോ. നമുക്കൊരു ടൈം ടേബിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല മിസ്സേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കറക്റ്റായിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം എന്നാണെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇതേ മിസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മുന്നേ നടന്നു പോയിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ എല്ലാത്തിൻ്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ നടന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതേപോലെ തന്നെ വർക്ക്ഷീറ്റും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണ്ടേ, അതിനാണ് വർക്ക്ഷീറ്റും അതേപോലെ തന്നെ ടെസ്റ്റുകൾ. ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഓരോ ശരിക്കുള്ള ക്രിസ്മസ് എക്സാമിനൊക്കെ മുന്നായിട്ട് മോഡൽ എക്സാം നമ്മൾ നടത്തുന്നതായിരിക്കും. പിന്നെ അതേപോലെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫുൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, കാരണം പിന്നെ വേറെ ഒന്നും നമ്മൾ തപ്പിപ്പോണ്ട ആവശ്യം വരുന്നില്ല, എല്ലാവരും കുടക്കീഴിലുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ബോക്സിൽ യൂസ്ഫുൾ ആയി മിസ്സേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു
പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു തുടക്കമാവട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം.